ഹായ്, ഇന്നൊരു നല്ല അടിപൊളിയായിട്ട് സോയാബീൻ ചില്ലി ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഗരം മസാലയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളമൊഴിച്ച് കട്ടയില്ലാതെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. അടിയിലൊക്കെ മാവ് ഇങ്ങനെ കട്ടയായിട്ടിരിക്കും. അതൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സോയാബീൻ വെള്ളത്തിൽ വേവിച്ച് അത് പിഴിഞ്ഞ് കളഞ്ഞ് ആ മാവിൽ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് ഈ സോയാബീൻ അതിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അതിനുശേഷം ആ ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ വേറെ ചട്ടി എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഒരു സവാള ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ക്യാപ്സിക്കം ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഒക്കെ ചേർക്കാം. ഞാൻ ഇവിടെ ഒരെണ്ണം ചേർത്തിട്ടുള്ള ഒരു ക്യാപ്സിക്കം അത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പച്ചമുളകും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് സോട്ടായി വരണം. സോട്ടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഈ പൊരിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ സോസ് ഒഴിക്കാം. അത് നിങ്ങൾക്ക് ഫ്ലേവർ അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം സോയാ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ, ഞാനിപ്പോൾ വൈറ്റ് പെപ്പർ പൗഡറാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളിൽ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ചേർക്കാം. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ സാധാ പച്ചവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കറി നല്ലതുപോലെ കുറുകി വരും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഏത് കൺസിസ്റ്റൻസി എത്ര കട്ടി വേണോ അത്ര ഇതിലാക്കി എടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ടാറ്റാ.